പാലിലാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് വെറുതെ മുകളിൽ ഒന്ന് വെതറിട്ട് കൊടുക്കുക. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ, വായോട്ടാ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മൾ സ്വയം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യൂണിക് ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ പോയി കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോകും. ഇന്ന് ഞാനുണ്ടല്ലോ ചപ്പാത്തിയും അതേപോലെ തന്നെ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനുണ്ടല്ലോ ഗോതമ്പ് പൊടി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തിയിലേക്ക് പൊടി കുഴച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഉണ്ടല്ലോ 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ആകെ ഒന്ന് പൊടിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിലാണ് നമ്മളിതങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുണ്ടല്ലോ പാലിലാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് പൊടി കുഴച്ചെടുക്കാം. പശുമ്പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തിളപ്പിച്ചിട്ടോ അത് തിളപ്പിക്കാതെയോ ഉപയോഗിക്കാം കേട്ടോ. പാലൊക്കെ ഒഴിച്ചിട്ട് പൊടിയുടെ എല്ലായിടത്തേക്കും പാലിൻ്റെ ഒരു എന്താ പറയുക അളവ് ആയിന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നോക്കിയാൽ ഒരു കോഴിമുട്ട കേട്ടോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് പൊടിയിലേക്ക് എല്ലായിടത്തേക്കും കോഴിമുട്ട ആവേണ്ട രീതിയിൽ നമുക്കിതാ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്കിതാ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കില്ല അതേപോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്കുണ്ടല്ലോ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. മാവിൽ നോക്കി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ചപ്പാത്തിക്ക്. നന്നായിട്ട് കുഴച്ച് നമുക്കിതാ ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ നേരം വെക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കനിലേക്ക് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ തീ കത്തിച്ച് നമ്മളൊരു ചീനച്ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചീനച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഇത്തിരി ഒഴിച്ച് കൊടുക്കണുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. കണ്ട 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. കൂടി പൂവെടുത്ത് അതാട്ടെ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് നോക്കി നമ്മൾ 1 ടീസ്പൂണ് കുരുമുളക് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കുരുമുളക് ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നോക്കിയാൽ ഇതിലൊരു 5 ടീസ്പൂൺ മല്ലിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലി ഇട്ട് കൊടുക്കുക. കൂടെ നമുക്കിതാ 1 ടീസ്പൂണ് പെരിഞ്ചീരകം, ചെറിയ 3 കറുകപ്പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു തക്കോലം എല്ലാം നമുക്കിതാ ചെറു തീയിൽ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചീനിച്ചട്ടി നോക്കണ്ട, മൺചീനിച്ചട്ടി ആയ കാരണമാണ് ഇങ്ങനെ പുകയുടെ അത്ര ചൂടായിട്ടുണ്ടാവില്ല കേട്ടോ ചട്ടിനിക്ക്. ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് എല്ലാതും. ആ സമയത്ത് നോക്കി നമ്മൾ 8 വറ്റമുളക് കേട്ടോ, പിന്നെ 4 നമ്മുടെ കാശ്മീരി മുളക്, എല്ലാതും നല്ല ചെറിയ ചൂടിൽ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ നോക്കിയ വറവ് റെഡി ആയിട്ടാ. അപ്പോൾ ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ നോക്കിയാൽ മസാല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറി വരുമ്പോൾ നോക്കിയാൽ നമ്മുടെ മുളകൊക്കെ ഇത് കണ്ട ഇങ്ങനെ പൊട്ടും. ഇതാണ് പാകട്ടാ. അപ്പോൾ ഇനി നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്.
ഇനി നമുക്കുണ്ടല്ലോ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കിലോ ചിക്കനാണ്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പാറ്റി നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിതാ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പും പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത്തിരി കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ അധികം പുളിയില്ലാത്ത തൈര്. ഇപ്പോൾ ടീസ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 5 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കൻ തേച്ച് പിടിപ്പിക്കാം. നോക്കിയേ, നമ്മുടെ മസാല ചിക്കൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട പോലെ നമ്മളിത് നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഒരു ഏറ്റവും കുറവ് ഒരു അരമണിക്കൂർ നേരമെങ്കിലും വെക്കുക കേട്ടോ. എത്രയോ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ചിക്കനിലേക്ക് നമ്മുടെ ഈ മസാലയൊക്കെ പിടിച്ചിട്ട് എന്താ പറയുക കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം. അപ്പം നോക്കിയേ, നമ്മുടെ ചിക്കൻ അരമണിക്കൂറിനേക്കാളും കൂടുതൽ ടൈം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ തീ കത്തിച്ച് ഒരു ചട്ടി നമ്മൾ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചട്ടി ചൂടായി വന്നു. നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു. അപ്പോൾ നോക്കി, ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഇഞ്ചിയുടെ 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതാ 4 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് നന്നായി ചതച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ അളവ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് അരിട്ടാൽ ഒരു നല്ലൊരു മണം വരുമല്ലോ, അതുവരെ നമുക്ക് ആക്കിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ആയി വന്നിട്ടുള്ളൂ കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്കറിയാം നല്ലൊരു മണം വരും. ആ സമയത്ത് ചുവന്നുള്ളി, ഇപ്പോൾ 25 ചുവന്നുള്ളി കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഉള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ പാടില്ല. ആ ഒരു രീതി ഉണ്ടല്ലോ, അതേപോലെയാണ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 4 സബോള നല്ല ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഗ്രേവിക്ക് ഉണ്ടാവും നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിൽ. ആ രീതിയിലാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സബോളയും അതേപോലെ തന്നെ നമുക്ക് സബോളയുടെ ആ ഒരു കടിക്കേണ്ട ആ ഒരു പാകം ഉണ്ടല്ലോ, അത് പോണ വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയേ, സബോളയുടെ ആ ഒരു കടിക്കുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ അതൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ മസാലയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചിക്കൻ ഒരു 3/4 മണിക്കൂറല്ല, ശരിക്കും 1 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഈ മസാലയൊക്കെ റെഡി വന്നപ്പോൾ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ തീരെ വെള്ളം ഒഴിക്കില്ല കേട്ടോ. നല്ല ഹൈ ചൂടിൽ നമ്മൾ ആദ്യം ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം തുറന്ന് വെച്ചിട്ട് കേട്ടോ. നല്ല ചൂടിൽ തന്നെ, തീ കുറച്ചൊന്നും വെക്കണ്ട. ഒരു 5 മിനിറ്റ് നേരം ഞാൻ നല്ല ചൂടിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ.
5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 5 മിനിറ്റ് നേരം നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് തുറക്കാം കേട്ടോ. നോക്കിയേ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ തീ കുറച്ച്, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, തീ കുറവിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. ഇനി നമ്മുടെ ചപ്പാത്തി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചപ്പാത്തി ഇപ്പോൾ വെച്ചിട്ട് കുറേ നേരമായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടൊക്കെ അമർത്തുമ്പോൾ വേണ്ട, നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് ആദ്യം ഉരുട്ടിയെടുക്കാം കേട്ടോ. കാണിക്കണം ചേട്ടാ, കണ്ട ഇതേപോലെ ഓരോ ബോളുകളാക്കിയിട്ടായിട്ട് നമ്മൾ എടുക്കണേ. ഇനി നമുക്കുണ്ടല്ലോ ചപ്പാത്തി പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധാരണ ചപ്പാത്തിയേക്കാളും ഒത്തിരി കനത്തിലായിട്ട് നമ്മൾ പരത്തിയെടുക്കണേ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ചപ്പാത്തി ഞാൻ പരത്തിയെടുക്കട്ടെ കേട്ടോ. ചപ്പാത്തി അല്ല, മാവ് പരത്തിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിട്ടല്ലോ ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ തീ കത്തിച്ച് ഒരു ചപ്പാത്തി ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ചിക്കൻ ഞാൻ പല വട്ടമായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നമുക്കറിയാം തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഈ വെള്ളം മതി നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കട്ടെ. ചിക്കൻ വേവണം വരെ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചട്ടി ചൂടായി വന്നപ്പോൾ നോക്കി നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതാ ചുട്ടെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മറച്ചിടുക. അങ്ങനെ 1-2 വട്ടം മറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഓരോ പോലെ വേവിച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തി ഇട്ടിട്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ നമുക്കിതാ മറച്ചിടാം. മറച്ചിടുമ്പോൾ നമ്മളിതാ നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതാ മറച്ചിടാം. അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആവി പുറത്തേക്ക് പോകേണ്ട രീതിയിലായിട്ട് നമ്മൾ തുറന്നു വയ്ക്കുന്നത്. അതല്ലെങ്കിൽ ആവി വെള്ളം എനിക്ക് വീഴും. വീണ്ടും നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഇതാ നെയ്യൊക്കെ പുരട്ടി കൊടുത്ത് ചപ്പാത്തി വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏതാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തൊരു ചപ്പാത്തി ഇട്ടിട്ട് നമുക്ക് വേഗം തുറന്നു നോക്കാം. കാരണം വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായല്ലോ. അപ്പോൾ നമുക്കൊരു ടൈം കാണുമ്പോൾ തന്നെ അറിയാം എത്ര ടൈം മതി ചിക്കൻ വേവാന്നുള്ളത്. അപ്പോൾ ഇതാ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കഷ്ണം എന്താ ഇപ്പോൾ ഇതേപോലത്തെ ഒരു കഷ്ണമാണെങ്കിൽ നമ്മളിങ്ങനെ കയ്യിലോട് ആക്കുമ്പോൾ വേണ്ട പൊട്ടിപ്പോന്നു. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ ഒരു 5 മിനിറ്റ് നേരം തന്നെ നമുക്കുണ്ടല്ലോ തീ കുറവിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വയ്ക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഓക്കെ കേട്ടോ. നമ്മളുണ്ടല്ലോ ചിക്കൻ 5 മിനിറ്റ് നേരം നമ്മൾ തുറന്ന് വെച്ച് നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില കേട്ടോ വെറുതെ മുകളിൽ ഒന്ന് വെതറിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളിതാ ചെറുതായിട്ടൊരു എയർ കടന്ന് പോകേണ്ട രീതിയിലായിട്ട് ഇതാ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തി ഇതാ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് വേണ്ടി ഷൈറ്റിന് അടിച്ചിട്ട് വരട്ടെ. നമ്മുടെ ചപ്പാത്തി നോക്കിയേ
നല്ല സോഫ്റ്റ് ആട്ടാ. ചേട്ടാ ഈ മൂടി ഒന്ന് അങ്ങോട്ട് വയ്ക്കോ. ഭയങ്കര വെയിറ്റാ നമ്മുടെ ഈ ചട്ടിയുടെ മൂടിക്ക്. ഓക്കെ, ഗ്രേവിയും ചിക്കനും അങ്ങനെ പൊതിഞ്ഞിരിക്കൂട്ടെ, ആ രീതിയിലാണ് നമ്മൾ വെച്ച് നോക്കണേ. കാണുമ്പോഴേ വായില് കപ്പൽ ഓടിക്കാൻ പറ്റും, അത്ര വെള്ളം വന്നു. അടിപൊളിയാ, ഭയങ്കര രസമായിട്ടത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ്. ചപ്പാത്തി നല്ല സോഫ്റ്റ് അല്ലേ കഴിക്കാൻ, നിങ്ങൾ തൊടാ വേണ്ടോ? രസല്ലേ ചപ്പാത്തി അല്ലേ? ഇത് കഴിക്കാൻ പറ്റൂടാ, പൊറോട്ടയിരുന്ന നല്ല സുഖം കഴിക്കാൻ. അതേപോലെ ഈ ചപ്പാത്തി നല്ല സോഫ്റ്റാ, നമുക്കിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ചൂടുള്ള കാരണം ഞാൻ ഇങ്ങനെ ആക്കണത്. അപ്പൊ എല്ലാവരും നോക്കിക്കോളാം, അത്ര രസമായിട്ടുള്ള കറിയുന്നത്. ചോറിനാനും കുഴപ്പമില്ലാട്ടത്, നല്ല രസമല്ലേ? അപ്പൊ നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടിട്ടാ.